So, hello guys. So, welcome back. So, നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഒരു ആസ്പെക്ട് പ്ലാൻ കഴിഞ്ഞ സെഷനിൽ ഫിനിഷ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ ന്യൂമറിക്കൽസ് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ സെഷനിൽ MCQ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതും കൂടെയാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ കവറപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ സംശയം ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് സബ്നെറ്റിങ്ങിന്റെ ന്യൂമറൽസ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർ നെറ്റിങ്ങിന്റെ ന്യൂമറൽസ് ഉണ്ട്, അതുപോലെ തന്നെ ലോജിക്കൽ അഡ്രസ്, ബേസ് അഡ്രസ്സും അതുപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ്സും നിന്നാൽ ലോജിക്കൽ അഡ്രസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ കുറച്ച് ന്യൂമറിക്കൽസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സെഷനിൽ എങ്ങനെയാണ് ആ ഒരു വാല്യൂ വന്നത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഒന്ന് ഇട്ടേക്കുക. ഓക്കെ, സോ മൂവ് ഓൺ ചെയ്യാം. സോ ആദ്യം ഞാൻ ബേസിക് പറയാം, ജസ്റ്റ് ഒന്ന്, കാരണം നമ്മളിപ്പോ 1 വീക്ക് ആയി സെഷനിൽ പറഞ്ഞിട്ട്. സോ കഴിഞ്ഞ സെഷൻ നമ്മൾ പറഞ്ഞായിരുന്നു ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ CPU. സോ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. അപ്പം നമുക്ക് ലോജിക്കൽ അഡ്രസ് തരുന്നത് CPU ആണ്, അതിനെ ഫിസിക്കൽ അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് യൂസിങ് ഫിസിക്കൽ അഡ്രസ് മീൻസ് ദ ഒറിജിനൽ റാം അഡ്രസ് ആണ്. സോ ബേസ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. സോ അതിന് വേണ്ടിയുള്ള ഫോർമുലയാണ് ഫിസിക്കൽ അഡ്രസ് ഇസ് ഈക്വൽ ടു ബേസ് രജിസ്റ്ററിലെ അഡ്രസ് പ്ലസ് ലോജിക്കൽ അഡ്രസ്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഫിസിക്കൽ അഡ്രസ് 2000 ആണ്, ബേസ് അഡ്രസ്സിലേത് 50 ആണെങ്കിൽ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് 2050 ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം ഏത് തന്നാലും കണ്ടുപിടിക്കാൻ പറ്റണം. ബേസ് അഡ്രസ്സും ലോജിക്കൽ അഡ്രസ്സും വന്നിട്ട് ഫിസിക്കൽ അഡ്രസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, ഫിസിക്കൽ അഡ്രസ്സും ബേസ് അഡ്രസ്സും വന്നിട്ട് ലോജിക്കൽ അഡ്രസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ബേസ് അഡ്രസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രോബ്ലംസ് ചെയ്യിപ്പിക്കാം, എങ്കിലും ബേസ് അഡ്രസ് 3000 ലോജിക്കൽ അഡ്രസ് 450 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഫിസിക്കൽ അഡ്രസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം, ബേസ് പ്ലസ് ലോജിക്കൽ വിച്ച് ഈസ് ഈക്വൽ ടു 3000 പ്ലസ് 450 വിച്ച് ഈസ് ഈക്വൽ ടു 3450. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് വാല്യൂസ് തന്നാൽ ജസ്റ്റ് ഫിസിക്കൽ ഇക്വേഷൻ തിരിഞ്ഞു പോകരുത്. ഫിസിക്കൽ അഡ്രസ് ആണ് ബേസ് പ്ലസ് ലോജിക്കൽ. സോ അതേപോലെയുള്ള ഒരു സെക്കൻഡ് കാറ്റഗറിയാണ് ബേസ് തന്നിട്ടുണ്ട്, ലോജിക്കൽ പക്ഷേ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം ആണ്, ഫിസിക്കൽ ഇസ് ഈക്വൽ ടു 12,000. അപ്പോ അറിഞ്ഞിരിക്കേണ്ടത്, അപ്പോ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ലോജിക്കൽ അഡ്രസ് 0 ആണെങ്കിൽ ഫിസിക്കൽ അഡ്രസ് എപ്പോഴും നമുക്ക് തരുന്നത് ബേസ് അഡ്രസ് ആയിരിക്കും. ലോജിക്കൽ അഡ്രസ് 0 ആണ് അല്ലെങ്കിൽ ബേസ് അഡ്രസ് 0 ആണെങ്കിൽ നമുക്ക് എന്താണോ ഫിസിക്കൽ അഡ്രസ് വിൽ ബി ഈക്വൽ ടു ലോജിക്കൽ അഡ്രസ്, അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ് വിൽ ബി ഈക്വൽ ടു ഫിസിക്കൽ അഡ്രസ്. സോ ആ സമയത്ത് കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഏതെങ്കിലും ഒരെണ്ണം 0 ആയാൽ ഓട്ടോമാറ്റിക്കലി ഫിസിക്കലും ലോജിക്കലും സെയിം ആയിരിക്കും. നെക്സ്റ്റ് ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ്. റിവേഴ്സ് മീൻസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫിസിക്കലും അതുപോലെ തന്നെ ബേസും തന്നിട്ടുണ്ട്. ഫിസിക്കല് 8000 ആണ്, ബേസ് 7000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്നത് ഫിസിക്കൽ ഇസ് ഈക്വൽ ടു ബേസ് പ്ലസ് ലോജിക്കൽ എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ലോജിക്കൽ ആണ്. സോ ലോജിക്കൽ ഇസ് ഈക്വൽ ടു ഫിസിക്കൽ മൈനസ് ബേസ് ആയിരിക്കും, which is equal to 8000 minus 7000, which is equal to 1000. ഇനി ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബേസും ലോജിക്കലും തന്നിട്ടുണ്ട്, ഫിസിക്കൽ കണ്ടുപിടിക്കുന്ന പ്ലസ് വെച്ചിട്ടാണ്. സോ 5000 പ്ലസ് 1024 is equal to 6024. ഇത് സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനോട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഫിസിക്കൽ ഇസ് ഈക്വൽ ടു ബേസ് പ്ലസ് ലോജിക്കൽ. സോ ഇനി കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന സെക്ഷൻ ആണ് സബ്നെറ്റിംഗ് ആൻഡ് സൂപ്പർ നെറ്റിംഗിന്റെ ന്യൂമറിക്കൽസ്. അപ്പൊ ഈ സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആദ്യം മനസ്സിലാക്കണം, ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു വലിയ നെറ്റ്വർക്ക് ആയിരിക്കും, അതിനെ കുഞ്ഞു കുഞ്ഞു സ്മോൾ നെറ്റ്വർക്ക് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? സബ്നെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹോസ്റ്റിൽ നിന്നാണ് നമ്മൾ ബിറ്റ്സ് ബോറോ ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെ ഒരു IP ആണ് 192.168.1.0/24. അപ്പോ ഇത് എപ്പോഴും പറയുന്നത് നെറ്റ്വർക്ക് ബിറ്റ്സിനെയാണ്. സോ നമുക്ക് ടോട്ടൽ ഉള്ളത് 32 ബിറ്റ്സ് ആണ്. നെറ്റ്വർക്ക് ബിറ്റ്സ് 24 ആണ്. ഹോസ്റ്റ് ബിറ്റ്സ് അപ്പൊ ഓട്ടോമാറ്റിക്കലി 32 മൈനസ് 24 8. നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം? സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണം. സബ്നെറ്റ് ബോറോ ചെയ്യണം. ആരിൽ നിന്ന് ബോറോ ചെയ്യണം? ഫ്രം ദ ഹോസ്റ്റ്. സോ ഇവിടെ ഹോസ്റ്റ് ബിറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു 8. ഇപ്പൊ പറയാണ് 2 ബിറ്റ്സ് ആണ് ബോറോ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹോസ്റ്റിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തെടുക്കുന്നത്. 2 ബിറ്റ്സ് ബോറോ ചെയ്തു. അപ്പൊ നെറ്റ്വർക്ക് ബിറ്റ്സിന് ഒരു വ്യത്യാസവും ഇല്ല, അത് 24 തന്നെയായിരിക്കും. ഇനിയും എത്ര അപ്പം ക്രിയേറ്റ് ആയത് സബ്നെറ്റ് ബിറ്റ്സ് ആണ്. എത്ര സബ്നെറ്റ് ബിറ്റ്സ് ആണ്? ബോറോ ചെയ്ത 2 ബിറ്റ്സ്. ബാക്കി എത്ര ഹോസ്റ്റ് ഉണ്ട്? 6. കാരണം 8ൽ നിന്ന് 2 ബിറ്റ് ബോറോ ചെയ്ത് സബ്നെറ്റ് ബിറ്റ് എടുത്തു. ബാക്കിയുള്ളത് 6 ആണ്. അപ്പോ നെറ്റ്വർക്ക് ബിറ്റ്സ് 24. ഇപ്പം ഇത് നെറ്റ്വർക്കിലൂടെ നമ്മൾ പുതിയ നെറ്റ്വർക്ക് സ്മോൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ചെയ്ത് ഓക്കെ. ഇനി എത്ര സബ്നെറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്? 2 ബിറ്റ് ആണുള്ളത്. അപ്പൊ എത്ര ബിറ്റ്സ് ആണോ 2 ആ നമ്പർ ആയിരിക്കും നമ്പർ ഓഫ് സബ്നെറ്റ്സ്. അപ്പം എത്ര സബ്നെറ്റ് ബിറ്റ് ഉണ്ട്? 2. അപ്പം നമ്പർ ഓഫ് സബ്നെറ്റ് ഇസ് ഈക്വൽ ടു 2h അല്ലെങ്കിൽ 2n. സോ അത് 4 സബ്നെറ്റ് ആണ്. ഇനി ഒരു സബ്നെറ്റിനകത്ത് എത്ര ഹോസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് 2h-2 എന്ന് പറഞ്ഞാൽ h മീൻസ് ഹോസ്റ്റിന്റെ ബിറ്റ് നമ്പർ. ഹോസ്റ്റിന്റെ ബിറ്റ് നമ്പർ എത്ര? 6. 2⁻6 - 2 which is equal to 62. ഇനി ബ്ലോക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 256 മൈനസ് ലാസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ സബ്നെറ്റ് മാസ്ക് എന്നാണ്. ലാസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ സബ്നെറ്റ് മാസ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ ഐപിയുടെ ഫസ്റ്റ് ഒക്ടറ്റോ സബ്നെറ്റ് മാസ്കിന്റെ ലാസ്റ്റ് ഒക്ടറ്റോ. സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ അല്ലെ? 255.255.255. ഇങ്ങനെ എഴുതുന്നത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഇത് നോക്കിയാണ് നമ്മൾ സബ്നെറ്റ് മാസ്ക് എഴുതേണ്ടത്. 24 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എത്ര വൺസ് ആണ്? സോ എത്ര വൺസ് ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം 192 എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം ടോട്ടൽ 1 ബാക്കി 0 ആയിരിക്കും, which is equal to 192. അപ്പൊ ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ ഈ ഐപിയുടെ ഫസ്റ്റ് ഒക്ടറ്റ് നോക്കുക. ഇനി IP അല്ല തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സബ്നെറ്റ് മാസ്കിന്റെ ലാസ്റ്റ് ഒക്ടറ്റ്. ഏത് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഒന്നുകിൽ സബ്നെറ്റ് മാസ്കിന്റെ ലാസ്റ്റ് ഒക്ടറ്റ് എടുക്കുക. സോ ഇവിടെ ലാസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ സബ്നെറ്റ് മാസ്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സോ 192 ആണ് ലാസ്റ്റ്. ഇത് ഓട്ടോമാറ്റിക്കലി 255.255.255.192 എന്ന് വരും. കാരണം 24 ആണ് നെറ്റ്വർക്ക് ബിറ്റ്സ്. അപ്പൊ ടോട്ടൽ ബ്ലോക്കിന്റെ സൈസ് 64 എന്ന് കിട്ടും. അപ്പം 64 സൈസ് ഉള്ള എത്ര സബ്നെറ്റ് ഫോം ചെയ്യണം? 4 സബ്നെറ്റ് ഫോം ചെയ്യാം. 64 ബ്ലോക്ക് സൈസ് ഉള്ള 4 സബ്നെറ്റ്. ഓരോ സബ്നെറ്റിനകത്തും 62 ഹോസ്റ്റ്. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സബ്നെറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് സബ്നെറ്റ്സ് ഫോം ചെയ്യാൻ പറ്റും, അത് എത്ര ബിറ്റ് ആണോ ബോറോ ചെയ്തത് അതിനനുസരിച്ചാണ് നമ്പർ ഓഫ് സബ്നെറ്റ് ഫോം ചെയ്തത്. ഇപ്പൊ 2 ബിറ്റ് ആണെങ്കിൽ 2⁻2, 3 ബിറ്റ് ആണെങ്കിൽ 2⁻3. അതിനുശേഷം ആ ക്രിയേറ്റ് ആയ സബ്നെറ്റിനകത്ത് എത്ര ഹോസ്റ്റ് ഉണ്ട് അത് കണ്ടുപിടിക്കാനാണ് 2⁻h-2 ഹോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ എത്ര ഹോസ്റ്റിന്റെ ബിറ്റ് ഉണ്ടെന്ന് വേണം നോക്കാൻ. അപ്പൊ 2⁻6 - 2 എന്തുകൊണ്ട് 6 ആയി? 8 ബിറ്റ് ആയിരുന്ന ഹോസ്റ്റിൽ നിന്ന് 2 ബിറ്റ് ബോറോ ചെയ്താണ് നമ്മൾ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തത്. ബ്ലോക്കിന്റെ സൈസ് കണ്ടുപിടിക്കാൻ 256 മൈനസ് ലാസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ സബ്നെറ്റ് മാസ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ IP. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സബ്നെറ്റിംഗ് 2 ബിറ്റ്സ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ 4 സബ്നെറ്റ്സ്, 64 ബ്ലോക്ക് സൈസ് ഉള്ള 62 ഹോസ്റ്റ് വരുന്ന ഓരോ സബ്നെറ്റ്, അങ്ങനെ 4 സബ്നെറ്റ് ഫോം ചെയ്തു. അപ്പൊ ബ്ലോക്ക് സൈസ് 64 ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ റേഞ്ച് എഴുതുന്നത്?
ആദ്യം 192.168.1.0 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇത്. സോ ഇതാണ് നെറ്റ്വർക്ക് അഡ്രസ്. അവിടുന്ന് 0 തൊട്ട് 63 വരെയാണ്. അങ്ങനെ ആകുമ്പോഴാണ് 64 വരുന്നത്. 0 to 63. ഓക്കെ, 0 മുതൽ 63 വരെയാണ് നമ്മളുടെ ടോട്ടൽ റേഞ്ച് പറയുന്നത്. ഇനി അതിനകത്ത് എത്ര ഹോസ്റ്റ് ഉണ്ടാവും? ആദ്യത്തെ അഡ്രസ്, അതായത് 0 എന്ന് പറയുന്ന അഡ്രസ് 192.168.1.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് അഡ്രസ്സും അവസാനത്തെ അഡ്രസ് അതായത് 63 എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അഡ്രസ്സുമാണ്. അതിന്റെ ഇടയ്ക്ക് വരുന്ന ആരൊക്കെയാണ്? 0 പോയി 63 പോയി, 1 തൊട്ട് 62 വരെ. ഓക്കെ, സോ ഇങ്ങനെയാണ്. അപ്പം 4 എണ്ണമാണ്. അപ്പം 0 തൊട്ട് 63, 64 തൊട്ട് 127, 128 to 191, 192 to 255. സോ ഇങ്ങനെയാണ് നമ്മൾ സബ്നെറ്റിങ്ങിനകത്ത് നമ്മൾ സബ്നെറ്റ്സ് ഫോം ചെയ്ത് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഐ പിയിൽ നിന്ന് സബ്നെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ഐ പിയുടെ 256 മൈനസ് ലാസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ മാസ്ക് നോക്കണം, സബ്നെറ്റ് മാസ്ക്. എന്നിട്ട് ബ്ലോക്ക് സൈസിനനുസരിച്ച് റേഞ്ച് ചെയ്യുക. സോ ഞാൻ ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഇപ്പൊ പറയാം ഏത് ഐ പി ഇതിനകത്ത് ലൈ ചെയ്യുന്നത് നോക്കി. ഇപ്പൊ 192.168.132 അത് ഏത് റേഞ്ചിലാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ നോക്കണം. ഈ റേഞ്ചിലാണ്. 162 എന്ന് പറയുന്ന 129 to 190 വരുന്ന ഈ റേഞ്ചിലായിരിക്കും 162 ലൈ ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന ഐ പി റേഞ്ച് ചെയ്യും. സോ ഇതാണ് സബ്നെറ്റിംഗ്. ഓക്കെ, ഇനിയുമാണ് സൂപ്പർ നെറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ സബ്നെറ്റിംഗിന്റെ പ്രോബ്ലം ചെയ്യിപ്പിച്ചതിന് ശേഷം സൂപ്പർ നെറ്റിങ്ങിനെ പറ്റി പറയാം. ഇതിവിടെ കിടക്കട്ടെ. ആഫ്റ്റർ ദാറ്റ് ഇത് ഞാൻ പറയാം. കാരണം എല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇതാവും. അപ്പൊ സബ്നെറ്റിംഗ് മാത്രം ഇപ്പൊ മനസ്സിലിരിക്കുക. അതിനുശേഷം വി വിൽ ഡു ദ പ്രോബ്ലംസ്. സോ ഇത് ഞാൻ ഇക്വേഷൻസ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. സബ്നെറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര ബോറോയിങ് ബിറ്റ്സ് ഉണ്ടോ, 2 ആണെങ്കിൽ 2^2. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഹോസ്റ്റ് ആണെങ്കിൽ 2^h-2. h എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹോസ്റ്റ്, റിമൈനിങ് ഹോസ്റ്റ് എത്ര ആണ്. സോ ഇത് ബ്ലോക്ക് സൈസ് ഫോർമുലയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ അതുകൊണ്ട് ഓക്കെ, ഈ പ്രോബ്ലം നോക്കിയേ. 192.168.1.0/24 ബോറോ ചെയ്ത ബിറ്റ്സ് 2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എത്ര സബ്നെറ്റ്സ് ഫോം ചെയ്യുന്ന അറിയണം. ഇപ്പൊ 2^2 ബിറ്റ്സ് ആണ് ബോറോ ചെയ്തത്. 2^2 4 സബ്നെറ്റ്സ്. ഇനി എത്ര ഹോസ്റ്റ് ഉണ്ട്? 2^6 - 2 എന്ന് പറഞ്ഞാൽ എത്ര? നമുക്ക് ടോട്ടൽ ഉള്ളത് 24 ആണ്. അപ്പൊ 32 - 24 which is equal to 8 ആയിരുന്നു. 2 ബിറ്റ്സ് ബോറോ ചെയ്തു which is equal to 8 - 2 equal to 6. സോ അങ്ങനെയാണ് ഹോസ്റ്റ് കണ്ടുപിടിച്ചത്. ഇനിയും നെക്സ്റ്റ് റേഞ്ച് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം നോക്കിക്കോ. 192.168.1.64/26 നമ്മളോട് പറഞ്ഞിരിക്കുന്ന റേഞ്ച് കണ്ടുപിടിക്കാൻ നേരം സബ്നെറ്റോ ഒന്നും കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് ഇത് നോക്കുക. 26 ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ ഇതിപ്പോ ഐ പി ആണ് തന്നിരിക്കുന്നത്, സബ്നെറ്റ് മാസ്ക് ആണ് തന്നിരിക്കുന്നെങ്കിൽ ലാസ്റ്റ് നോക്കണം, ലാസ്റ്റ് ഒക്ടറ്റ് വാല്യൂ. ഇത് 256 - 192 64 ആണ് ബ്ലോക്കിന്റെ സൈസ്. അപ്പൊ നമ്മൾ എങ്ങനെയാ റേഞ്ച് എഴുതുന്നത്? 0 മുതൽ 63, 64 മുതൽ 127, അങ്ങനെ എത്ര ഈ റേഞ്ച് എഴുതുക. ഇനിയും എത്രയാണ് അതിന്റെ നെറ്റ്വർക്ക് അഡ്രസ്? ഏതാണ്? 192. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഐ പി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഐ പി. സോ തന്നിരിക്കുന്ന ഐ പി വെച്ചിട്ട് നോക്കുക. 192.168.1.64 ഏത് റേഞ്ചാ? ഈ റേഞ്ച്. സോ അതിൽ ആദ്യത്തെ അഡ്രസ് നെറ്റ്വർക്ക് അഡ്രസ് ആയിട്ട് പോകും, അവസാനത്തെ അഡ്രസ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആയിട്ട് പോകും. യൂസബിൾ ആയിട്ടുള്ളത് 65 to 126.
സോ ഇതാണ് റേഞ്ച് കണ്ടുപിടിക്കാൻ. നിങ്ങൾ ആദ്യം ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കണം. അതിനുശേഷം തന്നിരിക്കുന്ന IP ഏത് റേഞ്ചിൽ ഫോളോ ചെയ്യുന്നു നോക്കുക. തന്നിരിക്കുന്ന IP 192.168.1.64/26 എന്നാണ്. സോ ഇത് നോക്കുക, 64 ഇത് ഏതിനകത്താ ഫോളോ ചെയ്യുന്നത്? സെക്കൻഡ് റേഞ്ചിലാണ്. സോ ആ റേഞ്ചിനകത്ത് വരുന്ന നെറ്റ്വർക്ക് അഡ്രസ്സും ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സബ്നെറ്റ് കണ്ടുപിടിക്കുക ഫ്രം IP. നമുക്ക് തന്നിരിക്കുന്ന IP തന്നിട്ടുണ്ട് /26. ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കണം. ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 256 മൈനസ് 192 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 64. സബ്നെറ്റിന്റെ റേഞ്ച് വരുന്നത് 0 മുതൽ 63, 64 മുതൽ 127, 128 മുതൽ 191, 192 മുതൽ 255. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റേഞ്ച് ഏതാണ്? .200. 200 എന്ന് പറഞ്ഞാൽ ഏതിനകത്ത് വരും? ഈ റേഞ്ചിനകത്ത് വരും. അതായത് 192 to 255. സോ ഏത് IP ലാ ഫോളോ ചെയ്യുന്നത് നോക്കുക. ആ നെറ്റ്വർക്ക് അഡ്രസ്, ആ ഒരു റേഞ്ച് എഴുതുക. നെറ്റ്വർക്ക് അഡ്രസ് ആണ് 192. ബ്രോഡ്കാസ്റ്റ് അഡ്രസ് വേണമെങ്കിൽ എഴുതാം, യൂസബിൾ ഹോസ്റ്റും നമുക്ക് എഴുതാം. സോ ഇതായിരിക്കും സബ്നെറ്റിന്റെ റേഞ്ചസ് കണ്ടുപിടിക്കാനായിട്ട് വരുമ്പോൾ ബ്ലോക്ക് സൈസ് കണ്ടുപിടിച്ചിട്ട് ശേഷം അതിന്റെ റേഞ്ച് എഴുതിയാൽ മതി. മാം ഇപ്പൊ പറഞ്ഞില്ലേ 192.255 അതെടുക്കാൻ കാരണം എന്താ? നമുക്ക് മറ്റേ 64 അല്ലേ അതിന്റെ റേഞ്ച് കിട്ടിയേ? 64 ആണ്. 64 നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ IP ഏത് സബ്നെറ്റിനകത്ത് വരും? നമുക്ക് തന്നിരിക്കുന്ന IP 192.168.1.200/26. ഈ IP ഏത് നെറ്റ്വർക്ക് റേഞ്ചിൽ വരും? നമുക്ക് നെറ്റ്വർക്ക് റേഞ്ച് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. 0 മുതൽ 63 വരെ ഒരു റേഞ്ച്, 64 മുതൽ 127 വരെ ഒരു റേഞ്ച്, 128 മുതൽ 191 വരെ ഒരു റേഞ്ച്. ഇത്രയും റേഞ്ചസ് ആണ് നമുക്കുള്ളത്. ഇത്രയും സബ്നെറ്റ്, 4 സബ്നെറ്റ് വിത്ത് ഇതാണ് നമ്മളുടെ റേഞ്ച്. നമ്മളോട് തന്നിരിക്കുന്ന IP എവിടെ ഫോളോ ചെയ്യും? ഏത് റേഞ്ചിനകത്ത് വരും? 200 എന്ന് പറയുന്നത് ഏത് റേഞ്ചിനകത്താ വരുന്നത്? 192 കഴിഞ്ഞിട്ടല്ലേ 200 വരുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് അല്ലല്ല 200 ആണ് നോക്കേണ്ടത്. ഇത് ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് എവിടെ ഫോളോ ചെയ്യുന്നത് നോക്കണ്ടേ. ക്ലിയർ? ക്ലിയർ? ഓക്കെ, ക്ലിയർ. ഓക്കെ. ഇനിയും നെക്സ്റ്റ് നമ്പർ ഓഫ് ഹോസ്റ്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 27 ആണ്. ഇപ്പം CIDR 27 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹോസ്റ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത് 32 മൈനസ് 27 ആയിരിക്കും. കാരണം നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ് 27 പറഞ്ഞേക്കുന്നത്. ഇനി നമ്പർ ഓഫ് ഹോസ്റ്റ് പെർ സബ്നെറ്റ് 2 എത്ര ഹോസ്റ്റ് ഉണ്ട്? 2⁵ മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഹോസ്റ്റ്. സോ ഇതാണ്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ മാത്രം നോക്കിയാൽ മതി. എത്ര ആ ഒരു ഡയഗ്രാം ഞാൻ മുമ്പേ കാണിച്ച സബ്നെറ്റിങ്ങിന്റെ ആ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വേറെ ഒരു കൺഫ്യൂഷനും വരത്തില്ല. സബ്നെറ്റ്സ് എന്താണ് നോക്കേണ്ടത്, ബ്ലോക്ക് സൈസ് എന്താണ്, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇനിയും ഇനി നോക്കിയേ ഈ ഒരു പ്രോബ്ലം ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചേക്കുവാണ്. ദാറ്റ് മീൻസ് CIDR/28 എന്ന് തന്നിട്ടുണ്ട്. CIDR/28. ദാറ്റ് മീൻസ് ഈ /28 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നെറ്റ്വർക്ക് ബിറ്റ്സ് 28 ആണെന്നാണ് അതിന്റെ അർത്ഥം. നമ്പർ ഓഫ് നെറ്റ്വർക്ക് ബിറ്റ്സ് ഇസ് ഈക്വൽ ടു 28. അപ്പം 28 നെറ്റ്വർക്ക് ബിറ്റ്സ് ആണെങ്കിൽ ഹോസ്റ്റ് ബിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം 32 മൈനസ് 28. ഇനി എത്ര നമ്പർ ഓഫ് IP അഡ്രസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഹോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 ഹോസ്റ്റ് ബിറ്റ്സ് 16. അപ്പൊ ഓരോ 28 സബ്നെറ്റിനകത്തും 16 IP അഡ്രസ് ഉണ്ടെങ്കിൽ 16 ഹോസ്റ്റ് ഉണ്ട്. ഇനി അതിനകത്ത് എത്ര യൂസബിൾ ഹോസ്റ്റ് ഉണ്ട്? 16 എണ്ണം വരുന്ന ഒരെണ്ണത്തിനകത്ത് 16 ഹോസ്റ്റാ വരുന്നത്. 16 ഹോസ്റ്റ് വരുന്ന ഒരു സബ്നെറ്റിനകത്ത് നമുക്ക്
യൂസ് ചെയ്യാൻ പറ്റുന്നത് 14 എണ്ണമേ ഉള്ളൂ. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, ആദ്യത്തേത് നെറ്റ്വർക്ക് അഡ്രസ്സും അവസാനത്തേത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സുമാണ്. സോ അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും എത്ര യൂസബിൾ ഹോസ്റ്റ് ഉണ്ട് എന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, ഇപ്പം 16 ഹോസ്റ്റ് ഉണ്ടെങ്കിൽ 16 ഹോസ്റ്റ് ഉള്ള ഒരു സബ്നെറ്റ് റേഞ്ച് ആണെങ്കിൽ അതിനകത്ത് 2 എണ്ണം മൈനസ് ചെയ്തിട്ടായിരിക്കും യൂസബിൾ ഹോസ്റ്റിന്റെ കൗണ്ട് എഴുതേണ്ടത്. സോ ഇതൊന്നും കൺഫ്യൂഷൻ ആകണ്ട, പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. മനസ്സിലായി? ഇപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ /28 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 28 നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട്. ആ ഒരൊറ്റ വാല്യൂവിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ എഴുതാൻ പറ്റും. അതാണ് അത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വന്നത്. ഇപ്പൊ /28 എന്ന് പറഞ്ഞാൽ 28 നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. അതിൽ 32 ടോട്ടൽ ബിറ്റ്സിൽ നിന്ന് 28 നെറ്റ്വർക്ക് ബിറ്റ്സ് പോയാൽ ബാക്കി 4 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഹോസ്റ്റ് ബിറ്റ്സ് ആണ് 4. എന്നിട്ട് എത്ര ഹോസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര IP അഡ്രസ് ഉണ്ട് എന്നറിയാൻ വേണ്ടി 2⁴. അതായത് 16 ഹോസ്റ്റ് അല്ലെങ്കിൽ 16 IP അഡ്രസ് ആണ് ഒരു സബ്നെറ്റിനകത്ത് ഉള്ളത്. അതിനകത്ത് യൂസബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ 16 - 2 ആയിരിക്കും. ദാറ്റ് ഈസ് 14. ഇനി 28 എന്ന് പറയുന്ന സബ്നെറ്റ് മാസ്ക് ഏതാണ്? /28 എന്നാ പറഞ്ഞേക്കുന്നത്. അതിന്റെ സബ്നെറ്റ് മാസ്ക് എങ്ങനെയാ? 28 നെറ്റ്വർക്ക് ബിറ്റ്സ് എന്നാണ്. 28 നെറ്റ്വർക്ക് ബിറ്റ്സ്. ദാറ്റ് മീൻസ് 28 വൺസ് വരണം എന്നാ അല്ലെ? 28 വൺസ്. 28 വൺസ് എന്ന് പറഞ്ഞാൽ 1 1 1 1 1 1 1 8 16 24 24 ഇനി എത്രണ്ണം കൂടെ വേണം? 4 എണ്ണം കൂടെ. 1 2 3 4. അപ്പൊ ടോട്ടൽ എത്ര നെറ്റ്വർക്ക് ബിറ്റ്സ് ആയി? 28 നെറ്റ്വർക്ക് ബിറ്റ്സ് ആയി. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ഇത് ഫുൾ 1 എന്ന് പറഞ്ഞാൽ 255. ഫുൾ 1 എന്ന് പറഞ്ഞാൽ 255. ഫുൾ 1 എന്ന് പറഞ്ഞാൽ 255. ഇനി ഇത് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഒരു 1 വന്നാൽ അതിന്റെ വാല്യൂ എത്ര, 2 1 വന്നാൽ വാല്യൂ എത്ര, 3 1 വന്നാൽ എല്ലാം 1 വന്നാൽ എത്ര. സോ അത് മാൻഡേറ്ററി ആയിട്ട് ബൈഹാർട്ട് പഠിച്ചിരിക്കുക. ഇതിനകത്ത് ഇപ്പൊ 4 വൺസ് ആ വന്നേക്കുന്നത്. 4 വൺസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 240. ഇനി ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 256 മൈനസ് ലാസ്റ്റ് ഒക്ടറ്റ് വാല്യൂ ഓഫ് ദ സബ്നെറ്റ് മാസ്ക് വിച്ച് ഈസ് ഈക്വൽ ടു 16. അത് തന്നെയാണ് നമ്മൾ ഇതിനകത്തും പറഞ്ഞത്. ബ്ലോക്ക് സൈസ് 16 അല്ലേ? സോ ഇങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഒരൊറ്റ വാല്യൂ ഇതിനകത്ത് CIDR മാത്രമേ തന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ആ ലാസ്റ്റ് നമ്മളൊരു IP അഡ്രസ്സിന്റെ ലാസ്റ്റ് വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് IP അഡ്രസ് എഴുതാൻ പറ്റത്തില്ല. പക്ഷെ ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കാം, സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഒരു എത്ര ബിറ്റ്സ് ഉണ്ട്, എത്ര നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട്, എത്ര ഹോസ്റ്റ് ബിറ്റ്സ് ഉണ്ട്, സബ്നെറ്റ് മാസ്ക് ഏതാണ്, എന്നിട്ട് എത്ര യൂസബിൾ ഹോസ്റ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇത് ബ്ലോക്ക് സൈസിന്റെ ആണ്. ദാറ്റ് മീൻസ് മാസ്ക് സബ്നെറ്റ് മാസ്ക് തന്നാൽ ലാസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ 256 മൈനസ് ലാസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ സബ്നെറ്റ് മാസ്ക് 32 വരും. അപ്പൊ സബ്നെറ്റ് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വേണം നമുക്ക് എഴുതാം. 32 ബ്ലോക്ക് സൈസ് വരുന്ന രീതിയിൽ നമുക്ക് റേഞ്ച് എഴുതാൻ പറ്റും. സോ സൂപ്പർ നെറ്റിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ സൂപ്പർ നെറ്റിങ്ങിന്റെ കോൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം ഞാൻ സൂപ്പർ നെറ്റിങ് എന്താണെന്ന് പറയാം. ഓക്കെ, ഇതാണ് സൂപ്പർ നെറ്റിംഗ്. സൂപ്പർ നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുമ്പേ ഹോസ്റ്റിൽ നിന്ന് ബോറോ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഹോസ്റ്റിൽ നിന്ന് മേടിക്കുമായിരുന്നു. നമ്മൾ സബ്നെറ്റിങ്ങിന് വേണ്ടി ഹോസ്റ്റിൽ നിന്ന് മേടിക്കുമായിരുന്നു. പക്ഷേ സൂപ്പർ നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുക തന്നെയാണ്, പക്ഷെ ഹോസ്റ്റിൽ നിന്നല്ല, നെറ്റ്വർക്കിൽ നിന്ന് ബോറോ ചെയ്ത് നെറ്റ്വർക്കിനെ കമ്പൈൻ ചെയ്യിപ്പിക്കുമായിരുന്നു. മുമ്പേ ചെയ്തത് ഡിവൈഡ് ചെയ്യിപ്പിക്കുമായിരുന്നെങ്കിൽ ഇത് കമ്പൈനിങ് നെറ്റ്വർക്ക്സ് ആണ്. ഫോർ എക്സാമ്പിൾ 192.168.0.0/24 എന്ന് പറയുന്ന നെറ്റ്വർക്കും 192.168.1.0/24 എന്ന് പറയുന്ന നെറ്റ്വർക്കും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഒറ്റ നെറ്റ്വർക്ക് ആക്കാൻ പോവുകയാണ്. ഇതിനെ കമ്പൈൻ ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് പോർഷനിൽ നിന്ന് ഒരു ബിറ്റിനെ എടുക്കണം അല്ലെങ്കിൽ മേടിക്കണം. അപ്പൊ ഇപ്പോൾ നെറ്റ്വർക്കിൽ 24 ബിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ 24 ബിറ്റ്സ് ആണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ നെറ്റ്വർക്കിൽ നിന്ന് ഒരാളെ മേടിക്കുമ്പോൾ നെറ്റ്വർക്ക് എത്ര ആകും? 23. കാരണം ഒരാളെ നെറ്റ്വർക്കിൽ നിന്ന് മേടിച്ചു.
അത് ആർക്കാ കൊടുക്കുന്ന? ഹോസ്റ്റിന്. സബ്നെറ്റിംഗ് നേരെ തിരിച്ചായിരുന്നു. ഹോസ്റ്റിൽ നിന്ന് മേടിച്ച് നെറ്റ്വർക്കിന് കൊടുക്കും, അല്ലെങ്കിൽ സബ്നെറ്റ്സിലോട്ട് മാറുമായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. നെറ്റ്വർക്കിൽ നിന്ന് മേടിച്ച് ഹോസ്റ്റിന് കൊടുക്കും. അപ്പൊ 8 ഉണ്ടായിരുന്ന ഹോസ്റ്റ് എത്രയായി? 9. അപ്പം ഈ 24 എന്ന് പറയുന്ന പ്രീഫിക്സ് ഇനി മാറും. എന്തായിട്ട് മാറും? 192.168.0.0/23. അപ്പം ന്യൂ സൂപ്പർനെറ്റ്, പുതിയതായിട്ട് ഫോം ചെയ്ത സൂപ്പർനെറ്റിന്റെ IP എന്ന് പറയുന്നത് 192.168.0.0/23 ആണ്. ഇനിയും അതിന്റെ റേഞ്ച് എഴുതുന്നത് എവിടാണ്? ഒരൊറ്റ റേഞ്ചേ ഉള്ളൂ, കാരണം ഒറ്റ നെറ്റ്വർക്ക് അല്ലേ ഉള്ളൂ. ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഫോം ചെയ്തത്. സോ 0 മുതൽ ഇത് 1.250, 0 മുതൽ ഇവിടെ 0 അല്ല വരേണ്ടത്, 0 to 1.255. അപ്പൊ യൂസബിൾ ഹോസ്റ്റ് എത്ര? 2⁻⁻². റിമൈനിങ് ഹോസ്റ്റ് വെച്ചിട്ട്. അപ്പൊ 2 എത്ര? 9 - 2 which is equal to 510 ഹോസ്റ്റ്. അപ്പം ഇതിനകത്ത് സൂപ്പർ നെറ്റിംഗ് ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നെറ്റ്വർക്കിന്റെ സൈസ് സെയിം സൈസ് ആയിരിക്കണം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നെറ്റ്വർക്സിനെ മാത്രമേ നമുക്ക് സൂപ്പർ നെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ ഇത് കണ്ടോ, 190, ഇതിപ്പോ ഇവിടെ 0 ആയിരുന്നു, ഇവിടെ അടുത്തത് വരേണ്ടത് 1 ആണ്, നോട്ട് 2. ഇതൊരിക്കലും നമുക്ക് സൂപ്പർ നെറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ സൂപ്പർ നെറ്റിംഗ്. നെറ്റ്വർക്കിൽ നിന്ന് മേടിച്ച് ആർക്ക് കൊടുക്കുന്നു? ഹോസ്റ്റിന് കൊടുക്കുന്നു. മറ്റേത് ഹോസ്റ്റിൽ നിന്ന് മേടിച്ച് നെറ്റ്വർക്കിന് കൊടുക്കുന്ന സബ്നെറ്റ് ആയി ഫോം ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ഏതിനകത്തുള്ളത്? സൂപ്പർ നെറ്റിങ്ങിനകത്തുള്ളത്. സോ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാം. സോ ഇവിടെ CIDR സൂപ്പർ നെറ്റിങ്ങിന്റെ ആണ്. /23 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. /23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹോസ്റ്റ് ബിറ്റ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ബിറ്റ്സ് 32 ആണ്. നെറ്റ്വർക്ക് ബിറ്റ്സ് തന്നിട്ടുണ്ട് 23 ആണ്. ഹോസ്റ്റ് ബിറ്റ്സ് 9 ആണ്. എത്ര ഹോസ്റ്റ് ഉണ്ട്? 2 നമ്പർ ഓഫ് ഹോസ്റ്റ് 512. അപ്പൊ /23 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്ത് 512 IP അഡ്രസ് ഉണ്ട്. ഇനി അതിനകത്ത് എത്ര യൂസബിൾ ഹോസ്റ്റ് ഉണ്ട്? 512 ഉണ്ടെങ്കിൽ 512 യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 510 യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ 2⁻⁻² എന്ന് പറയുന്നത് യൂസ് ചെയ്തേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് IPസും യൂസബിൾ ഹോസ്റ്റും എന്ന് പറയുന്നത് എപ്പോഴും ഇതിനകത്ത് 2⁻⁻² ആണ് എന്ന് ഓർത്തുള്ളൂ. കാരണം 2 എണ്ണം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും 512 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ആണ്. അതിന് 2 എണ്ണം മൈനസ് ചെയ്തിട്ടായിരിക്കും 510 വരുന്നത്. കാരണം ആദ്യത്തേത് നെറ്റ്വർക്ക് അഡ്രസ്സും അവസാനത്തേത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും ആയിട്ട് മാറും. ഇനിയും /23 എന്ന് പറഞ്ഞാൽ 23 വൺസ് വരണം. 23 വൺസ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. ഇത് വീണ്ടും 0 ആണ്. ബാക്കിയും 0 ആണ്. 23 1 വരണം എന്നാണ് നെറ്റ്വർക്ക് ബിറ്റ്സിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ 255.255. ഇത് 254 ആണ്. .0 ഇതായിരിക്കും സബ്നെറ്റ് മാസ്ക്. ഇനി ബ്ലോക്ക് സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 256 മൈനസ് ലാസ്റ്റ് ഒക്ടറ്റ് ഓഫ് ദ സബ്നെറ്റ് മാസ്ക്. ഇവിടെ ലാസ്റ്റ് ഒക്ടറ്റ് 0 ആണ്. സോ അതുകൊണ്ട് ഏതാ വാല്യൂ ഉള്ള സബ്നെറ്റ് മാസ്ക് വേണം എടുക്കാൻ. ഇവിടെ 254 ആണ്. 2 ആണ് ബ്ലോക്ക് സൈസ്. ബ്ലോക്ക് സൈസ് 2 ആണെങ്കിൽ നമ്മൾ നോക്കുക 192.168.0. ഇപ്പം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സബ്നെറ്റ്സ് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. നമുക്ക് തന്നിരിക്കുന്ന IP ഏതിനകത്താണ് മാച്ച് ചെയ്യുന്നത് നോക്കിയത്. 192.168.3.0 ഇത് ഏത് സൂപ്പർനെറ്റിനാണ് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് റേഞ്ചിലാണ് എന്നുള്ളത് പറയാം. സോ സൂപ്പർനെറ്റിങ്ങും സബ്നെറ്റിങ്ങും ഇതാണ് ശരിക്കും ഉള്ള കോൺസെപ്റ്റ്. ഓക്കെ, ഇത് എപ്പോഴും പ്രിപ്പയർ, ഇത് ഞാൻ ചെയ്യിപ്പിക്കാം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്.
ബേസ് രജിസ്റ്റർ തന്നിട്ടുണ്ട്, ലോജിക്കൽ അഡ്രസ് തന്നിട്ടുണ്ട്. ഫിസിക്കൽ അഡ്രസ് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് നമുക്കറിയാം ഫിസിക്കൽ അഡ്രസ് ഇസ് ഈക്വൽ ടു ലോജിക്കൽ അഡ്രസ് പ്ലസ് ബേസ് അഡ്രസ്. സോ അത് വെച്ചിട്ട് കണ്ടുപിടിച്ചിരിക്കുക 4000 പ്ലസ് 250 വിച്ച് ഈസ് ഈക്വൽ ടു 4250. ഇനി റിവേഴ്സ് അഡ്രസ് ട്രാൻസ്ലേഷൻ നമ്മൾ മുമ്പേ ആദ്യം ചെയ്ത റിവേഴ്സ് അഡ്രസ് ട്രാൻസ്ലേഷൻ ഞാൻ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണിക്കുകയാണ്, ന്യൂമറിക്കൽസ് മാത്രം. സോ ഫിസിക്കൽ അഡ്രസ് തരും, ബേസ് അഡ്രസ് തന്നിട്ട് ലോജിക്കൽ അഡ്രസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് റിവേഴ്സ് ആയിട്ട് പ്ലസ് ചെയ്യേണ്ടത് പകരം മൈനസ് ചെയ്യുക. ഇനി നമ്പർ ഓഫ് ഹോസ്റ്റ്, അതായത് /26 എത്ര ഹോസ്റ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി എത്ര 26 എന്ന് പറഞ്ഞാൽ 26 നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. അപ്പൊ എത്ര ഹോസ്റ്റ് ഉണ്ട്? 32 മൈനസ് 26, 32 മൈനസ് 26 6. സോ ഹോസ്റ്റ് എന്ന് പറയുന്നത് 6. അപ്പൊ നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത് 2⁻6. ഇനി യൂസബിൾ ഹോസ്റ്റ് ആണെങ്കിൽ, യൂസബിൾ ഹോസ്റ്റ് എന്നാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും 2⁻6 മൈനസ് 2 ചെയ്തിരിക്കും. യൂസബിൾ ഹോസ്റ്റ് ആണെങ്കിൽ അതുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇനി നമ്പർ ഓഫ് IP അഡ്രസ്, എത്ര IPs ഉണ്ട് എന്ന് ചോദിച്ചാൽ /27 ആണെങ്കിൽ എത്ര ഹോസ്റ്റ് ആണ്? 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2⁻5. ഇതിനകത്ത് യൂസബിൾ IPs ഒന്നുമില്ല. എത്ര IPs ഉണ്ടെന്ന് ചോദിച്ചാൽ 2⁻5. ഇതിനകത്ത് മൈനസ് ചെയ്യേണ്ട. 2⁻5 32 IPs. സോ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. മേ ബി ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും, അറിയില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ബി ബാക്ക്. അതർവൈസ് മേ ബി ദിസ് ഇസ് അവർ ലാസ്റ്റ് സെഷൻ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.